എറണാകുളം ആ പോരാട്ട ചൂടിലാണ്. ഈ ഇവിടുത്തെ വെയിൽ, എറണാകുളത്തെ ചൂട് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ചൂടാണ്. അതിനേക്കാൾ ഉപരിയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂട് എന്നൊക്കെ പറഞ്ഞു വെക്കാം. എന്തായാലും NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഈ എളമക്കരയിലുള്ള BJP കാര്യാലയത്തിൽ ഇപ്പോൾ ഒരു ചെറിയ സന്ദർശനം, ഒരു ലഡു ഒക്കെ ഞങ്ങൾക്ക് തന്നു. അതൊരു മധുരത്തിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട്, ഇത്ര മധുരമുണ്ടോ തെരഞ്ഞെടുപ്പ് ഗോതയിൽ? പിന്നെ തെരഞ്ഞെടുപ്പ് ഗോതയൊന്നുമല്ലെന്ന്, തെരഞ്ഞെടുപ്പിൽ നമ്മൾ വളരെ സജീവമായിട്ട് ഇടപെട്ടിരിക്കുന്നു. ഇതൊക്കെ യുദ്ധമൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. ചെറിയ തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ. അത് എനിക്കൊരു സൗകര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ഫൈറ്റിലാണ്. കാരണം LDFും UDFും തമ്മിൽ വ്യത്യാസമില്ലാത്തടത്തോളം കാലം എന്റെ യുദ്ധം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചത് അവർ രണ്ടുപേരും ഒരു ഘട്ടമാണ്. നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ, ആനി രാജയുടെ ഭർത്താവ് ഡാനിയൽ രാജ ഡൽഹിയിൽ വെച്ച് മറ്റേ രാഹുൽ ഗാന്ധിയെ ആശ്ലേഷം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വിജയം ആശംസിച്ചു. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാമെന്ന് ഉറപ്പും കൊടുത്തു. ഇവിടെ വന്നിട്ട് പറയുന്നത് അവര് പരാജയപ്പെടണമെന്ന്. ആരെ? രാഹുൽ ഗാന്ധിയെ ഇവിടെ തോൽപ്പിക്കണം, എന്നിട്ട് അവിടെ ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഇതെന്തൊരു വിചിത്രമായ വാദഗതിയാണ്. അപ്പൊ രണ്ട് മുന്നണികൾ തമ്മിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സൗഹൃദാന്തരീക്ഷത്തിലെ ഒത്തുതീർപ്പുകൾക്കെതിരെ ഞാൻ മത്സരിക്കുന്നു. അപ്പൊ ഞാൻ അവർ രണ്ടുപേരും ഞാൻ ഒറ്റ സെറ്റായിട്ടാണ് കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, BJPക്ക് ഇവിടെ പ്രധാനമായിട്ടും ഇപ്പൊ വോട്ട് തേടി ഇറങ്ങുമ്പോൾ കണക്കുകൂട്ടൽ ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് ക്രൈസ്തവ വോട്ടുകൾ, ലത്തീൻ സമുദായക്കാരുടെ വോട്ടുകളൊക്കെ ഒരുപാടുള്ള ഒരു മണ്ഡലമാണ് എറണാകുളം എന്നുള്ളത്. അപ്പോൾ BJP ഈ ക്രിസ്ത്യൻ സഭകളുമായി ഉള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പലതരത്തിൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശുഭസൂചകമായിട്ടുള്ള ലക്ഷണങ്ങൾ ഈ ക്രൈസ്തവ വോട്ടുകൾ വിഭാഗങ്ങൾ ലഭിക്കുന്നുണ്ടോ? അല്ല, ഒന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒരു തെറ്റിദ്ധാരണ മാറ്റണം. അതെന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റ എൻറ്റിറ്റിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ശരിയല്ല. എത്ര തരം കത്തോലിക്കരുണ്ട്? 3 തരം. അല്ല, 4. റോമൻ കാത്തലിക്, ലാറ്റിൻ കാത്തലിക്, മലങ്കര കാത്തലിക്, പോരാ, ക്നാനായ കാത്തലിക്. ശരി, ക്നാനായ കാത്തലിക്. നിങ്ങളെ പോലെയുള്ള എന്താ പേരെന്ന് പറഞ്ഞ? എന്റെ പേര് എൽദോ എന്നാണ്. എൽദോയ്ക്ക് പോലും എത്ര തരം കത്തോലിക്കരുണ്ട് എന്ന് അറിയില്ല. ഇതാണ് അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞാൽ ജക്കോബേറ്റ് ഉണ്ട്, മാർത്തോമേറ്റ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, CSI ഉണ്ട്, ബ്രദറേൻ സഭയുണ്ട്, ഇങ്ങനതൊക്കെ ഉണ്ട്. ഇനി ലത്തീൻ സഭ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ വരാപ്പുഴ അതിരൂപതയുടെ രീതിയിലുള്ള ഒരു ലത്തീൻ സഭയല്ല കോട്ടപ്പുറം രൂപതയുള്ളതല്ല. അങ്ങോട്ട് പോകുമ്പോൾ കൊച്ചിയും ആലപ്പുഴയും കൊല്ലവും പിന്നെ അത് കഴിഞ്ഞ് തിരുവനന്തപുരവും വരുന്നു. അപ്പൊ ക്രൈസ്തവര് എന്ന് പറയുന്ന ഒരൊറ്റ യൂണിറ്റ് ഇല്ല. അവർ വളരെ വ്യത്യസ്തരാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു സഭാ തലവനായിരിക്കുന്ന ഒരാൾ ഒരു ആഹ്വാനം കൊടുത്തു കഴിഞ്ഞാൽ ആ ആഹ്വാനം എല്ലാം അനുസരിച്ചുകൊണ്ട് ഈ ക്രിസ്ത്യാനികളെല്ലാം വോട്ട് ചെയ്യുമെന്ന്? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ക്രിസ്ത്യാനികൾ എന്ന് നിങ്ങൾ പറയുന്ന അവരും കേരളത്തിലെ മറ്റ് ജനങ്ങളെ പോലെ തന്നെ അവർക്ക് അവരുടെ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനം സ്വാധീനിക്കാമല്ലോ സഭാ നേതൃത്വത്തിന്. ക്രിസ്ത്യൻ വോട്ടുകൾ സഭാ നേതൃത്വത്തിന് ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ, ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ നമ്മളിപ്പോ കാണുന്ന തരത്തിലുള്ള സഭയ്ക്കകത്തുള്ള ഉൾപാർട്ടി സംഘർഷങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്തായി ഉത്തരം പറയാത്തത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളികളുടെ പൊതു സ്വഭാവം മലയാളികളായ ക്രിസ്ത്യാനികൾക്കുണ്ട്, മലയാളികളായ മുസ്ലിങ്ങൾക്കുണ്ട്, മലയാളികളായ ഹിന്ദുക്കൾക്കുണ്ട്. ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു മലയാള ജാതി വരെയാണെങ്കിൽ അവർക്കുണ്ടായി. ശരി, അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരവരുടെ രീതിയിൽ വോട്ട് ചെയ്യും. ആ വോട്ട് ഇല്ല മോദി സ്വാധീനിക്കില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വ്യക്തിപരമല്ല, മോദിയുടെ സ്വാധീനമില്ലേ? അതും വ്യക്തിപരമാകാമല്ലേ? വ്യക്തിപരമാകാം. അതെ, വോട്ടറായിക്കോട്ടെ. അങ്ങനെയുള്ളൊരു വോട്ടർ ഡോക്ടർ KS രാധാകൃഷ്ണന് വോട്ട് ചെയ്യില്ല എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെന്താ? അപ്പൊ ഈ ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു. കൊച്ചിയിൽ പ്രതീക്ഷ എന്താണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ? കൊച്ചി ഞാൻ ജനിച്ചു വീണ് വളർന്നു വന്ന എന്റെ നഗരം. ഇവിടെ എനിക്ക് പരിചയമില്ലാത്ത ഏത് പ്രദേശമുണ്ട്?
ഞാൻ ഈ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിഞ്ഞിട്ടില്ലേ? ഞാൻ പ്രസംഗിക്കാത്ത ഏത് ഗ്രാമമുണ്ട്? ഞാൻ പ്രസംഗിച്ചിട്ടില്ലാത്ത ഏത് സഭയുണ്ട്? ഏത് ജാതിയുണ്ട്? ഏത് മതവിഭാഗമുണ്ട്? ഞാൻ അവിടെയൊക്കെ പോയി പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് എങ്ങനെ പ്രഭാഷണങ്ങൾ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആളുമാണല്ലോ താങ്കൾ. പിന്നെ കാലടി സർവകലാശാല അതിന്റെ ഭാഗമായി അതൊക്കെ വേറെ കാര്യം. ഞാൻ ഇവിടെ എല്ലാം പോയി. ഞാൻ പ്രസംഗിക്കാത്ത ഏത് പള്ളിയാണ് ഇവിടെ ഉള്ളത്? ശരി, ഇനി ഒരു കാര്യം കൂടി. അതായത് നിലവിലെ ഈ കൊച്ചി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ്? ഈ സാധാരണക്കാരോട് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് കൊച്ചിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഞാൻ ജനിച്ച് വീണ് എനിക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി കൊച്ചിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന 4 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് കുടിവെള്ള പ്രശ്നം, ഇന്നും പരിഹരിച്ചിട്ടില്ല. 2 മഴ പെയ്ത വെള്ളക്കെട്ട്, ഇന്നും പരിഹരിച്ചിട്ടില്ല. 3 കൊതുക്, ഇന്നും പരിഹരിച്ചിട്ടില്ല. 4 മാലിന്യ നിർമ്മാർജ്ജനം, ഇന്നും പരിഹരിച്ചിട്ടില്ല. ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ഈ 60-70 കൊല്ലം ഈ കൊച്ചി നഗരസഭ മാറി മാറി ഭരിച്ചിട്ടുള്ളവരും അവിടെ നിന്ന് അവർ ജയിപ്പിച്ചു വിട്ട MP-മാർക്കും MLA-മാർക്കും ഇതിലൊരു പങ്കുമില്ലെന്നാണോ പറയുന്നത്? അപ്പോ കൊച്ചിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഇവരൊന്നും ചെയ്തിട്ടില്ല. ചെയ്തെങ്കിൽ പ്രശ്നം ഉണ്ടായില്ലായിരുന്നല്ലോ. ആകെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ മാലിന്യത്തിൽ നിന്നും പണം കൈപ്പറ്റാം, പണം വാരാമെന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് ബ്രഹ്മപുരം കത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യമായത്. ഒരു വികസന പട്ടിക നിരത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു ബുക്ക്ലെറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് നിലവിലെ MP. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. എന്ത് വികസനമാണെന്നറിയില്ല. അദ്ദേഹം റോഡ് വികസിപ്പിച്ചു, റെയിൽ വികസിപ്പിച്ചു എന്നൊക്കെ പറയുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ഇപ്പൊ 2 റെയിൽവേ സ്റ്റേഷനുകളും നോർത്ത് അല്ല, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് കേട്ടാ. ഈ 2 റെയിൽവേ സ്റ്റേഷനിലും സ്ഥലം MP ആണ് ഇത് നിർമ്മിക്കണമെന്നുള്ള കാര്യം സത്യത്തിൽ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്റെ ധാരണ എന്താണെന്ന് വെച്ചാല് കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണ് അത് സംബന്ധിച്ച തീരുമാനമെടുത്ത് നടപ്പാക്കുന്നതെന്നാണ്. ഒരു MP യുടെ പ്രയത്നം ഉണ്ടാവുമല്ലോ. എന്ത് അതെന്താണെന്ന് വെച്ചാല് ആ പ്രയത്നത്തെ കുറിച്ച് ഞാൻ ഒരു കഥ പറയാം. 10 വയസ്സുള്ള ഒരു കുട്ടിയെ പിടിച്ച് ജയിലിലിടുക. 20 വയസ്സാകുമ്പോൾ അവന് ഇതുപോലെ താടിയും മീശയൊക്കെ വന്നിരിക്കും. ആ ജയിലർ അവനെ നോക്കിയിട്ട് പറയണ്, ഇവൻ ഈ താടിയും മീശയൊക്കെ വരാൻ ഞാൻ എന്തൊരു പാടുപെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കൂല്ലേ? അതുപോലെ എനിക്ക് ചിരിക്കാൻ കഴിയുന്നു. ഇത് തന്നെയാണ് ഈ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത. ഈ കൂടെ നിൽക്കുന്നവരെയും ഒപ്പം കേട്ടിരിക്കുന്നവരെയും എന്താ പറയാ, വാക്കുകൾ കൊണ്ട് അങ്ങ് ഇംപ്രസ് ചെയ്യിപ്പിക്കും, സന്തോഷിപ്പിക്കും. ആ സന്തോഷം മുഖത്തും നിങ്ങൾ ചിരിച്ചില്ലേ? ആ ചിരി തന്നെയാണ് അതിൽ ഏറ്റവും സന്തോഷം. എന്നാലും വോട്ടർമാർക്കിടയിലേക്ക് ചെല്ലുമ്പോൾ ഈ ചിരി നിലനിൽക്കട്ടെ. എല്ലാ വിജയാശംസയും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു.